ഹലോ. അങ്ങനെ മഗ്‌രിബ് ബാങ്ക് കൊടുത്ത് പിന്നെ ഇന്ന് എന്താ പറയുക, എൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ നാട്ടിലില്ലാത്തതുകൊണ്ട് നമ്മൾ സ്ഥിരം വരുന്ന പ്രിയപ്പെട്ട പൂച്ചക്കുട്ടി മഗ്‌രിബിനേക്ക് നമ്മുടെ അടുത്ത് വരുന്ന സമയമായി. അതിപ്പോൾ വന്നിട്ട് ഫുഡിന് വേണ്ടിയിട്ട് അതിനിഷ്ടപ്പെട്ട അതിനെ സ്നേഹിക്കുന്ന ആളെ തപ്പി നടക്കുന്നു. എനിക്കെന്തോ ഭയങ്കര സങ്കടം തോന്നിപ്പോയി. ഞാൻ ഇവരില്ലാത്തതുകൊണ്ട് ചെടിയെല്ലാം നനച്ച് ഇന്ന് എൻ്റെ ഡ്യൂട്ടിയാണ്. അവരില്ലാത്ത സമയത്ത് ഞാൻ തന്നെ ചെയ്യാൻ. അപ്പോൾ കുട്ടികളുടെ ആ സമയത്ത് മുറ്റത്തുനിന്ന് കളിക്കും, ഞാൻ ചെടിയും നനച്ച് വരുന്നത്തേക്കുണ്ട് മൂപ്പർ ഇങ്ങനെ വന്ന് ഇവിടെ ഇങ്ങനെ നിന്നിന് സ്റ്റെപ്പിൻ്റെ അടുത്ത്. ഭയങ്കര സങ്കടമായിപ്പോയി. കാരണം ഞാനങ്ങനെ ഇവരുള്ളത് കൊണ്ട് ഞാൻ അത്ര വലിയ ശ്രദ്ധ കൊടുക്കലില്ല. അപ്പോൾ ഇന്ന് ഉച്ചയായിട്ട് ഫുഡിൻ്റെ സമയത്തൊന്നും ഇതിനെ കണ്ടിട്ടില്ല ഞാൻ. അപ്പോൾ ഞാനും കുട്ടികളോട് ഇങ്ങനെ ചോദിക്കുന്നു എവിടെ പോയി. അപ്പോൾ എന്തോന്നറിയില്ല, അല്ലെങ്കിൽ തന്നെ പകൽ സമയത്ത് അങ്ങനെ വരുമൊന്നുമില്ല. ഈ ഒരു മഗ്‌രിബ് ആകുന്ന സമയത്താണ് ഇതിങ്ങനെ വരാൻ. അപ്പോൾ ഭയങ്കര സങ്കടഭാവം മുഖത്ത്. എൻ്റെ ഈ കുഞ്ഞു മോൻ അതിങ്ങനെ ഉപ്പാപ്പാൻ്റെ കൂടെ അതിനെ കൊണ്ട് കളിപ്പിക്കുന്നല്ലോ. അപ്പോൾ അത് എന്നോട് വന്ന് പറഞ്ഞ് മ്യാവും മ്യാവും മ്യാവ് വന്നിനെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ച് കൂട്ടിക്കൊണ്ടുപോയി നോക്കുമ്പോൾ വന്ന് നിന്നിന്. അപ്പോൾ അതിന് വിശന്നിട്ടുണ്ടാവും, അല്ലാണ്ട് ഇങ്ങനെ വരില്ല, എൻ്റെ അടുത്ത് അങ്ങനെ വരില്ല. പിന്നെ ഞാൻ കൊടുക്കുകയെല്ലാം ചെയ്യൂ. ബിരിയാക്കാൻ ഇവരുള്ളതുകൊണ്ട് പിന്നെ ഇവർ ഭയങ്കരമായിട്ട് അതിനെ പാത്രങ്ങളെല്ലാം വേറെ തന്നെ വെച്ച് അതിനെ ദൂരെ കൊണ്ടുപോയിട്ട് അതിനെ നിന്ന് തിന്നിപ്പിക്കും, ഫുഡ് കഴിപ്പിക്കും. അങ്ങനെയൊന്നും ഞാൻ ചെയ്യലില്ല, അതിന് സമയമില്ലാത്തതുകൊണ്ട്. പക്ഷേങ്കിൽ ഫുഡ് കൊടുക്കൂ, അങ്ങനെ നിന്ന് തിന്നുന്ന നോക്കി നിൽക്കാനൊന്നും നേരം കിട്ടില്ല എനിക്ക്. അപ്പോൾ ഇന്ന് എനിക്ക് ഇവരില്ലാത്തതുകൊണ്ട് ഇതിൻ്റെ മുഖം കണ്ടാലും ഭയങ്കര സങ്കടമായിപ്പോയി. ഞാൻ വേഗം എടുത്തു വെച്ച ഭക്ഷണം എടുത്തിട്ട് ഇതിനെ കൊണ്ടു കൊടുത്ത് പിന്നെ അതിപ്പോൾ കഴിക്കുന്നു. ഈ ഇരുട്ട് സമയമാകുമ്പോൾ എന്തായാലും വരുന്ന എനിക്ക് ഉറപ്പാണ്. കുറേ സമയത്ത് കാണാത്തതുകൊണ്ട് എനിക്കൊരു വിഷമമുണ്ട്, ഇതിനൊരു പേടി എവിടെ പോയി എന്നുള്ളത്. ഇവരാണെങ്കിൽ എവിടെന്നെങ്കിലും തപ്പി പിടിച്ച് കൊണ്ടുവരും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അന്വേഷിച്ചിട്ട്. അപ്പോൾ അവരില്ലല്ലോ. പിന്നെ ഞാൻ വിചാരിച്ചത് ഇവിടെ പോയി നോക്കുമ്പോൾ സമയത്തിന് എത്തിന് മഗ്‌രിബായാലും. പിന്നെ മഗ്‌രിബ് നിസ്കരിച്ച് ബാങ്ക് കൊടുത്ത് ഇശാ ബാങ്ക് കൊടുക്കേണ്ട സമയമായി. നിസ്കരിച്ചിട്ട് വന്നിട്ട് നോക്കുമ്പോൾ ഇതിനെ കണ്ടത്. പിന്നെ ഇതാ ഇങ്ങനെ ഫുഡ് ആർത്തിയോടെ കഴിക്കുന്നുണ്ട്. എൻ്റെ മോനാണെങ്കിൽ ഇതിനെ കണ്ട് കുൽമാലുള്ളത്. മ്യാവ് വന്നിനെന്നും പറഞ്ഞ് ഭയങ്കര ബഹളം കൂട്ടുന്നുണ്ട്. ഓനിക്കിഷ്ടം ഇങ്ങനെ കാണാൻ, ഇതിങ്ങനെ വന്നിട്ട് ഫുഡ് കഴിക്കുന്നതും. പിന്നെ ഇതെല്ലാം പിന്നെ അങ്ങനെ ഞാൻ ചെടിയെല്ലാം നനച്ച്, ചെടി നനയ്ക്കാൻ ഞാൻ പറഞ്ഞില്ല, ഇവരുള്ളതുകൊണ്ട് കുറേ നാളായിട്ട് എനിക്ക് കൈയൊരു ഡ്യൂട്ടി ഇല്ലേന്. ഇപ്പം എൻ്റെ ഉള്ളിലത്തെ പണീൻ്റെ കൂടെ ഇപ്പോൾ ഇതും എനിക്കായി. കുട്ടികളൊന്നും പിന്നെ അങ്ങനെ അവരെ കണ്ണെത്താത്ത സ്ഥലത്തെല്ലാം നനക്കേണ്ടി വരും. അതുകൊണ്ട് എനിക്ക് അവരെ ഏൽപ്പിക്കാൻ കുറച്ച് മടിയാണ്. എൻ്റെ വെറും പറയും അങ്ങനെ കുട്ടികളെ ഏൽപ്പിച്ചാൽ എല്ലായിടത്തും അങ്ങനെ നനക്കൂല. അവർ മുമ്പിൽ കണ്ടെടുത്ത് മാത്രമേ നനക്കുള്ളൂ. നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിലെല്ലാം ഓരോന്ന് വെച്ചിട്ടുണ്ടല്ലോ, അവിടെ എല്ലാം കൊണ്ടുപോയിട്ട് നനക്കണമെങ്കിൽ അത് ഒന്നുമില്ല അവരെ അല്ലേ ഞാൻ രണ്ടിലൊരാൾ തന്നെ വേണം. പിന്നെ അങ്ങനെ എല്ലാം നനച്ച് കഴിഞ്ഞ് ഈ ഒരു ഒരു വലിയൊരു പണി തന്നെയാണ്. കാലിയടിച്ചിലുള്ളവർക്ക് ഭയങ്കര പണി തന്നെ. കാരണം ഇതിൻ്റെ ശരിക്കും ഒരു 1/4 മണിക്കൂർ വേണം. എൻ്റെ ഓസാണെങ്കിൽ കുറച്ച് ചെറുതാണ്, മെല്ലെ മെല്ലെ വെള്ളം വരുള്ളൂ. പിന്നെ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചുരുണ്ടിട്ടും പിന്നെ ഇതായിട്ട് ഒടിഞ്ഞിട്ടുള്ളവരോ അതിനെ ഇങ്ങനെ നീക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് റെഡിയാക്കണോ. അതെല്ലാം കൊണ്ട് എനിക്ക് ഭയങ്കര മടിയായിപ്പോയി. ഇനി ചെടി നനയ്ക്കുന്ന കാര്യത്തിൽ ആരും ഇല്ലെങ്കിൽ ഞാൻ നനക്കും ഉറപ്പായിട്ടും. അപ്പോൾ 3-4 ദിവസത്തേക്ക് എൻ്റെ ഹസ്ബൻഡ് ഇല്ലാത്തതുകൊണ്ട് അതിന് പകരമായിട്ട് ഞാൻ വേഗം വൈകുന്നേരം ആയാൽ പിന്നെ എനിക്കതൊരു ഡ്യൂട്ടി ആയതുകൊണ്ട് എനിക്കെന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനുണ്ടെങ്കിൽ പിന്നെ അതിങ്ങനെ ചെയ്ത് തീരുന്നവരെ ഒരു സമാധാനക്കേടാം. അപ്പോൾ വേഗം അതങ്ങ് ചെയ്ത് തീർത്താലോ സമാധാനം. അപ്പോൾ ഒരു 5 മണിയെല്ലാം കഴിയും മുറ്റത്തേക്ക് ഇറങ്ങാൻ. കാരണം നല്ല വെയിലായി ഇവിടെ പുറത്ത്. പിന്നെ എന്താ പറയുക, ഹൈറ്റുള്ള വീടായതുകൊണ്ട് ഭയങ്കര വെയിലാണ്. ഈ വൈകുന്നേരം വൈകുന്നേരമില്ല, രാവിലെ ഒരു 10 മണി തൊട്ട് വൈകുന്നേരം ഒരു 5 മണി വരെ നല്ല വെയിലായിരിക്കും പുറത്തിറങ്ങിയാൽ. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നടക്കാനെല്ലാം ഇറങ്ങും. പിന്നെ കുട്ടികൾക്ക് സൈക്കിൾ ഓടിക്കാനും അങ്ങനെ പറ്റുള്ളൂ. കാരണം ഒന്നാമത് നായിൻ്റെ ശല്യമുള്ളതുകൊണ്ട് കുട്ടികൾ ഒറ്റക്കൊന്നും പുറത്ത് പോവില്ല. സിറ്റൗട്ടിൽ വരെ വരാൻ പേടിയാണ്, നമ്മളാരെങ്കിലും വേണം കൂടെ. അതൊരു കണക്കിന് നല്ലത് തന്നെയാണ്. കാരണം ആ പേടി നല്ല തന്നെയാണെന്ന് വിചാരിക്കും. നല്ല നായ്ശല്യം ഇപ്പോൾ ഓരോന്ന് കേൾക്കുന്നില്ലേ, നായ്ക്കളൊരു വീട്ടിൻ്റെ മുറ്റത്തു നിന്നെല്ലാം കളിക്കുന്ന കുട്ടികളെല്ലാം അതിൽ കാണുമ്പോൾ ഭയങ്കര ബേജാറ്. അന്നേരം പിന്നെ അതുകൊണ്ട് ആ ന്യൂസെല്ലാം കുട്ടികളും കേൾക്കുന്നതുകൊണ്ടായിരിക്കും മോനിക്കെല്ലാം ഭയങ്കര പേടിയാണ്
സൈക്കിൾ എടുത്തിട്ട് നമ്മൾ തന്നെ ചിലപ്പോൾ ഒന്നും ഇല്ലയെന്ന് കാണുമ്പോൾ പോയി കളിച്ചോ, പുറത്തുനിന്ന് ഗേറ്റെല്ലാം അടിച്ചതല്ലേ, എന്നാലും കളിക്കൂല. എനിക്ക് ഭയങ്കര പേടി. ആരെങ്കിലും വേണം കൂടത്ത്, അവിടെ തന്നെ ഇരിക്കണം, അവൻ്റെ അരിയെ തന്നെ ഇരിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകാൻ പാടില്ല. അപ്പോൾ നനക്കുന്ന സമയമായതുകൊണ്ട് പിന്നെ അതൊരു ചാൻസായിട്ട് അവൻ ആ സമയത്ത് നല്ലോണം കളിക്കും. കുട്ടികൾ സൈക്കിളുണ്ട്. പിന്നെ നമ്മളെല്ലാം രണ്ടാളും എല്ലാവരും ഒരുമിച്ച് അങ്ങ് അകത്ത് കയറില്ല. പിന്നെ കുട്ടികളകത്ത് കയറ്റേണ്ട പ്രയാസം ഭയങ്കര ഇടങ്ങാറാണ്. പെട്ടെന്നൊന്നും കയറില്ല. പിന്നെ നമ്മൾ മഗ്‌രിബിലായില്ലേ, മദ്രസയിൽ കുട്ടികൾ മദ്രസ വിട്ട് വരുന്ന ഒച്ചപ്പാടും ബഹളവും. മദ്രസ വിട്ടാൽ ഭയങ്കര ബഹളവും ഒച്ചപ്പാടായിരിക്കും. ഈ സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന ഒച്ച വരെ ഇങ്ങ് കേൾക്കാം. ഭയങ്കര കലവിലെ ശബ്ദവും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിയും ഒന്നും പറയണ്ട. നല്ലൊരു വൈബാണ്. വൈകുന്നേരം ആയാലും ഇവിടെ നല്ല രസമാണ്, മാഷാ അല്ലാ. പിന്നെ മദ്രസകളിലുണ്ട് നല്ലൊരു ഉണർവാണ് ഈ ടൈമിനെല്ലാം. ഇവിടെ നോമ്പിനെല്ലാം ഭയങ്കര രസമാണ്. പിന്നെ എനിക്കിഷ്ടമാണ് നോമ്പിനെല്ലാം മദ്രസയിൽ കുട്ടികൾ നല്ലൊരു എന്താ പറയേണ്ടത്, നല്ലൊരു എനർജിയോട് കൂടിയിട്ട് കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയും പള്ളിയിൽ പോയും പിന്നെ എന്താ പറയുക, നോമ്പ് പറയേണ്ട ഈ ഉത്സാഹം കുട്ടലും എല്ലാം നല്ലൊരു രസം കാണാനല്ലോ. പിന്നെ അങ്ങനെ ഇപ്പോൾ ഞാൻ വൈകുന്നേരത്തെ ചായക്ക് ചിക്കൻ റോള് ഉണ്ടാക്കി അവിടെ റെഡിയാക്കി വെച്ചിനു. അപ്പോൾ മുറ്റത്തു നിന്നെല്ലാം കയറി വന്ന് അത് പൊരിച്ച്. ചിക്കൻ റോൾ കുറച്ച് വലിയ സൈസായിപ്പോയി അല്ലേ. പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് നമ്മൾക്കായിട്ട് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ വലിയ സൈസിൽ തന്നെ ഉണ്ടാക്കാൻ. പിന്നെ മറ്റേ ഗസ്റ്റിനോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ആർക്കെങ്കിലും കൊണ്ട് കൊടുക്കുകയെല്ലാം ചെയ്യുമ്പോൾ അതിനെ ചെറിയ സൈസായിട്ട് തന്നെ ആക്കാൻ. വൈകുന്നേരം ഇങ്ങനെ പുറത്തുനിന്നെല്ലാം നനയ്ക്കെല്ലാം ചെയ്ത് വീട്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ചായ കുടിക്കാൻ, 4 മണിക്ക് ചായ കുടിക്കുന്നെങ്കിലും ക്ഷീണിച്ച് വന്നിട്ട് ചായ കുടിക്കാനുള്ള രസം. ഈ ചായൻ്റെ ടൈം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ദിവസത്തിൽ ഈ ടീ ടൈമിൻ്റെ ടൈം എനിക്ക് ഏറ്റവും ഇഷ്ടം. ഫുഡിൻ്റെ രാവിലെ ആയാലും രാത്രി ആയാലും പിന്നെ ഉച്ചക്കായാലും. പക്ഷേ ഈ ടീ ടൈം ഭയങ്കര ഒരു സന്തോഷമാണ് മനസ്സിൽ. ചായ കുടിക്കാമല്ലോ. പിന്നെ നമ്മൾ തന്നെ സ്വന്തം കാച്ചി കുടിക്കണമെങ്കിലും ആ ടൈമിനോടൊരിഷ്ടം, ചായൻ്റെ ടൈമിനോട്. പിന്നെ അപ്പോൾ ഇൻഷാ അല്ലാ ഇനി നിസ്കാരമെല്ലാം മഗ്‌രിബ് നിസ്കാരമെല്ലാം കഴിഞ്ഞ് പിന്നെ ചായയെല്ലാം കുടിച്ച് കുറച്ച് റെസ്റ്റ് എടുത്ത് വീണ്ടും തുടങ്ങണ്ടേ രാത്രിയത്തെ കാര്യങ്ങൾ. ഇത് നമ്മൾ എന്താ പറയണ്ടേ, ഒരു റൊട്ടീനല്ലേ, വീട്ടമ്മമാർ ചെയ്തല്ലേ പറ്റൂ. അത് കുറച്ച് ഒരു 8 മണിയെല്ലാമാകുമ്പോൾ തുടങ്ങുള്ളൂ. 10 മണിക്ക് എന്തായാലും 10 മണിക്കൊക്കെ എന്തായാലും നമ്മളെല്ലാം കഴിച്ചിട്ട് പണി തീർക്കും. പെട്ടെന്ന് ഉറങ്ങുമൊന്നും ഇല്ലയെന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇൻഷാ അല്ലാ ഇന്നത്തെ വീഡിയോ ഇത്രയും പറഞ്ഞിട്ട് നിർത്തട്ടെ. ഇത് കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഇൻഷാ അല്ലാ ഇനിയും വേറെന്തെങ്കിലും വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. അസ്സലാമു അലൈക്കും.